മൊത്തത്തിൽ എങ്ങനെയാ പഴയ കാലത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിലൊരു വ്യത്യാസം? പഴയ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയില്ലാതെയാണ് എവിടെയെങ്കിലും നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തോ ഇത്ര ഇപ്പൊ നമുക്ക് പേടിയാണ്. ആണോ? ഇത്ര പേടി? എന്നാലും പഴയതുപോലെ ഒന്നും ഇപ്പൊ ഇല്ല. എങ്ങനെയായാലും എന്തായാലും പഴയതുപോലെയുള്ള ഒരു ഇപ്പോഴില്ലേ സങ്കീർത്തന? പഴയതുപോലെ ഇപ്പോഴില്ലേ? ഉണ്ട്. എന്താ ഇപ്പോഴത്തെ കുഴപ്പം? എന്താ ഇപ്പോഴത്തെ ഒരു കുഴപ്പം? ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പഴയതും ഇപ്പോഴത്തെ ഒരു തലമുറയുമായിട്ടുള്ള ഒരു ഇതുണ്ട്. ആണോ? ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ഉണ്ട്. അതെന്താ ഇപ്പോഴത്തെ അതൊരു അസൂയ കൊണ്ട് പറയുന്നതല്ലേ? ഇല്ല. അപ്പൊ പഴയ കാലത്ത് എന്താ ഇപ്പോഴത്തേനേക്കാൾ മെച്ചം? പഴയ കാലം എന്ന് വെച്ചാ അങ്ങനെ പുറത്തോട്ടിറങ്ങിയാൽ നാട്ടുകാർ നോക്കും, അമ്മ അവൻ വിളിക്കും. ഇപ്പൊ അതൊന്നും വിളിക്കുന്നില്ലല്ലോ. ആ കണ്ടോ? അപ്പൊ സ്വാതന്ത്ര്യം ഇപ്പോഴല്ലേ അതോ അക്കാലത്താണോ? പറഞ്ഞ ഒന്നും മാല പൊട്ടിക്കുകയും പിടിക്കുകയും ഒന്നും ചെയ്യുകയല്ല പഴയ കാലത്ത്. ധൈര്യമായിട്ട് ശരി. അതുള്ള പഴയ കാലത്ത് മാല പൊട്ടിക്കത്തില്ലായിരുന്നു. ഇന്നങ്ങനെയല്ല. പെമ്പിള്ളേർ പോയി കഴിഞ്ഞാൽ പുറകെ സ്കൂട്ടറെ പോവുകയല്ലേ. അതാ കാര്യം. പഴയ കാലത്ത് ബൈക്കില്ലായിരുന്നു. ബൈക്കിൽ വന്ന് മാല പൊട്ടിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? പഴയ കാലത്ത് ബൈക്കില്ലായിരുന്നു, സൈക്കിളിൽ വന്ന് അങ്ങനെ മാല പൊട്ടിക്കും. നടന്നു വന്നാലും ഇന്നത്തെ കാലത്തെ ഉദാഹരണം പറഞ്ഞാൽ, പക്ഷേ പഴയ കാലത്ത് വാതിലേക്ക് നടന്നൊരു പെങ്കൊച്ച് പോയാലും പുറകെ ആരും മാല പൊട്ടിക്കുകയല്ലോ പിടിക്കുകയല്ലോ വീഴിപ്പിക്കുകയില്ല. പണ്ട് കാലത്തെ ഒരുപാട് ഇങ്ങനെ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും CCTV ഇല്ലാത്തതുകൊണ്ട് അതെ, അത് എങ്ങനെ നമുക്കറിയാം പഴയ കാലത്ത് മോഷണം ഇല്ലായിരുന്നു എന്നുള്ളത്? നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ടല്ലോ ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ അമ്മച്ചിയോട് ചോദിച്ചു പറയുമല്ലോ. അല്ല, പഴയ കാലത്തെ നിങ്ങളുടെ നേതാവായിരുന്നില്ലേ കൊച്ചുണ്ണി? ഞങ്ങള് കൊച്ചുണ്ണിയുള്ള കാലം ആരും ഉണ്ടായിരുന്നാലും ശരി, ഇത് അറിയാവുന്ന ഒരു നഗ്ന സത്യമായി ഞാനീ പറഞ്ഞ. നിങ്ങളതിന് മറക്കാൻ ശ്രമിക്കരുത്. അതൊരു ശരി ചോദ്യമാണ്. ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, ഈ ഓണത്തിന് എന്റെ വീട്ടിൽ വലിയൊരു ഗിഫ്റ്റ് കിട്ടി. അതായത് ഈ അലുമിനിയം പാത്രം ചുമന്ന് കൊണ്ടുവരൂലേ, അത് വെക്കാൻ വന്ന ഒരു വ്യക്തി എന്റെ വല്യമ്മേരെ മാല പൊട്ടിച്ച് ഓടിക്കളഞ്ഞു. കണ്ടോ? അക്കാലത്ത് ജീവിച്ച ആൾക്കാരിലും ഉണ്ട്. അല്ല, അപ്പൊ സംഭവം എന്താണെന്നറിയോ? ഇത് മറ്റേ റോൾഡ് ഗോൾഡ് ആയിരുന്നു. നമുക്ക് ഓണത്തിന് ഗിഫ്റ്റ് ഒരുപാട് പാത്രം കിട്ടി. അങ്ങനെ അല്ലേ അമ്മച്ചി എന്താ അഭിപ്രായം? നോക്ക് പണ്ടത്തെ പറഞ്ഞ ഈ ഓണപ്പാട്ടില് കള്ളവുമില്ല, ചതിയുമില്ല, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അപ്പൊ ഒന്നുമില്ലെന്ന്. പക്ഷെ ആ കാലത്ത് തന്നെയല്ലേ വാമനൻ ചവിട്ടി താഴ്ത്തിയത്? അത് വാമനന്റെ കുറ്റം കൊണ്ടായിരിക്കും. അങ്ങനെ ശരിയാവും അല്ലല്ലേ? അങ്ങനെ ചോദ്യമല്ലേ? തീർച്ചയായിട്ടും. പിന്നെ വേറെ കാര്യമുണ്ട്. അമ്മമാരും അച്ഛന്മാരും പറയുന്നതിൽ ഒരു സത്യമുണ്ട്. സത്യം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് മധുപുരപ്പുറ ആ കാലഘട്ടത്തിൽ പ്രവേശിച്ചുകൊണ്ട് തോന്നുന്നതാ. അല്ലല്ല, ഞാൻ ഇതിനെയൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. കാരണമുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മൂമ്മയുടെ ഒക്കെ കൂട്ടിരുന്ന് വീട്ടിലിരുന്ന് സദ്യ ഒരുക്കി ആ ഓണം അടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണങ്ങൾ കുറവാണെങ്കിൽ പോലും ആ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് അനുകൂലമായൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് ഇങ്ങോട്ട് മാറി വന്നിട്ട് നമ്മളിപ്പോൾ ഹോട്ടലിൽ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, എന്താണ് ഓണസദ്യക്ക് ഇൻസ്റ്റന്റ് ഓണസദ്യ. പക്ഷേ ഏത് രാജ്യത്ത് പോയി നമ്മൾ ആഘോഷിച്ചെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് ആ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു മാനസിക വിഷമമുണ്ട്. അത് അമ്മ പറയുന്നതിൽ സത്യമുണ്ട്. നമ്മുടെ പുതിയ തലമുറയിലെ ടീച്ചർമാർ കൊടുത്തല്ലേ സെന്റ് തെരേസസിലെ കുട്ടികൾക്ക് എന്താ അഭിപ്രായം ഉണ്ടല്ലോ? ഒന്ന് മൈക്ക് കൊടുത്തേ. ഇപ്പോഴത്തെ കാലത്ത് ഈ അമ്മമാര് പറയുന്ന പോലെ അത്ര വലിയ പ്രശ്നമുണ്ടോ? അത്ര വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. പഴയ കാലത്താണോ ഇപ്പോഴത്താണോ കൂടുതൽ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം ഓഫ് കോഴ്സ് ഇപ്പോഴാണ്. കണ്ടോ? സ്വാതന്ത്ര്യം ഇപ്പോഴാ. സ്വാതന്ത്ര്യം ഇപ്പോഴല്ലേ? അവർക്ക് അവരുടെ ഈ കുട്ടികൾ നടക്കുന്ന പോലെ നടക്കാൻ പറ്റില്ല. നടക്കാൻ പാടില്ല. പക്ഷെ ഇപ്പൊ നടക്കും. ഇവര് പറയുന്ന ഈ രണ്ട് തലമുറ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന പ്രായം കൊണ്ട് ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, വലിയ വലിയ ഹോട്ടലുകൾ, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എതിർക്കുന്നുണ്ട്. കുറച്ച് ശത്രുക്കൾ എനിക്കുണ്ട് കേട്ടോ. അപ്പൊ വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഇതുപോലെ അത്തപ്പൂക്കളെ ഇട്ടിട്ട് അതിന്റെ ചുറ്റും നിന്നുകൊണ്ട്, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കുറ്റം പറയല്ലോ കേട്ടോ, ഡാൻസേ കളിക്കുന്നത്. പണ്ട് അങ്ങനൊന്നുമല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നൊരു നാരായണി ചേച്ചിയോ ഗോപാലൻ ചേട്ടനോ അർപ്പോ എന്ന് വിളിക്കുകയും, വളരെ ദൂരത്ത് നിന്ന് മൈക്കിന്റെ ഒന്നും സഹായം വേണ്ട, വളരെ ദൂരെ നിന്നുകൊണ്ട് അത് കേൾക്കുന്ന ഒരാൾ ആ ശബ്ദ വീജികൾ ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് ഇറോ എന്ന് വിളിക്കുകയും ആ ആർപ്പോ ഇറോയോ ഒന്നാകുകയും എല്ലാവരും കൂടെ കുടവുതലും കുമ്മിയടിയും എന്താ പറയുന്നത് മിഠായി പറക്കും, അതൊക്കെ അന്നേരം തോന്നുന്ന വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്നൊക്കെയാണ് പാടുന്നത്. അതിനൊക്കെ ഒരു സന്തോഷം ഉണ്ടായി സാറേ. ഇപ്പൊ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ പ്രശ്നമല്ല സാറേ, എന്നാലും ആ സന്തോഷം പോകുന്നതിന്റെ ഒരു വിഷമമുണ്ട്. കാലഘട്ടം മാറിയില്ലേ? എല്ലായിടത്തും വ്യത്യാസങ്ങൾ പോയി. പഴയ കാലഘട്ടത്തിലേക്ക് കോലം മാറുന്നുണ്ട്. അങ്ങനെ കോലം മാറുന്നുണ്ടോ?
അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല. പഴയ കാലത്തിൽ ഓണപ്പൂക്കളോടുണ്ട്, നമ്മൾ ഇപ്പോഴും ഉണ്ട്. അന്ന് തിരുവാതിര കളിക്കുന്നുണ്ട്, ഇപ്പോഴും കളിക്കുന്നുണ്ട്. അന്ന് സദ്യ കഴിക്കുന്നുണ്ട്, ഇന്ന് സദ്യയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട് അത്തപ്പൂക്കൾ ഒരുക്കുന്ന 10 ദിവസത്തെ അത്തം പിന്നെ എന്താണ് ഫ്ലെക്സ് ബോർഡ് അടിച്ച് കൊടുക്കുന്നു. ശരിയല്ലേ? മധുവിന്റെ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറയും. കാര്യം വെക്കണ്ട, അവിടെ പറഞ്ഞോ. പഴയ തലമുറേനെ പുതിയ തലമുറ ഏറ്റെടുത്തോണ്ടല്ലേ ഇന്ന് അമ്മമാർ ഇത്ര വൈറലായത്. ഞങ്ങള് വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ലൈക്ക് അടിച്ച് കമന്റ് അടിച്ചിട്ടാണ് ഇത്രയും വൈറലായേ. ആണോ? അല്ലേ ശരിയല്ലേ? അപ്പൊ പുതിയ തലമുറയ്ക്ക് നിങ്ങൾ തയ്യടി തരണ്ടേ? അതെ, ഇവിടെ ഒരു വിക്കറ്റ് പോയി. ഇപ്പൊ ഞാൻ പാലക്കാട് നിന്ന് വന്നുകൊണ്ട് പാലക്കാട് സ്റ്റൈലില് ആ സ്ലാങ്ങില് പഴയ ആളുകള് ഓണത്തെ കുറിച്ച് പറഞ്ഞ എങ്ങനെ ഇരിക്കുന്നു ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ മക്കളെ നിങ്ങൾക്ക് ഒരു ഓണം കണ്ടിട്ടുണ്ടാ? പണ്ടത്തെ ഓണം പോലെ ഇപ്പൊ കാണുന്നുണ്ടാ? എവിടെ കാണുന്നു? പണ്ട് പെൽച്ച് കേണിച്ചിങ്ങാണ്ട് പാടത്തും പരമ്പത്തും കുട്ടിയും മക്കളൊക്കെ കൂടി പോയിട്ട് തുമ്പപ്പൂവും ചെണ്ടും മല്ലിയും ഒക്കെ കാശ് തുമ്പിയൊക്കെ വലിച്ചിട്ട് വരും. ഇന്ന് അവിടെ പോണ്. അങ്ങനെ ഗൂഗിളിൽ അടിക്കല്ലേ, ഒന്നായിട്ട് നമ്മുടെ ഇതിൽ ഓർഡർ ചെയ്യണു. അവരങ്ങനെ മധുവാട്ടം പറഞ്ഞ പോലെ ഫ്ലെക്സ് ബോർഡ് കൊണ്ട് തന്നു. ചാണകം മെഴുകിയിട്ട് പൂവിടുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? നോക്കട്ടെ, എവിടെ പറയേ? ചാണകം മെഴുകിയിട്ട് ആരെങ്കിലും പൂവിടുന്നുണ്ട് ഇവിടെ? പോലും അതാണ് അതിന്റെ പ്രത്യേകത. അന്നത്തെ കാലം അതാണ്. അതുകൊണ്ട് കയ്യില് ഒരു മുറിയുണ്ടെങ്കിൽ പോലും അത് ഉണങ്ങിപ്പോവും. ഇന്ന് അങ്ങനെയാണ്. ഇന്ന് തോട എങ്ങനെ അറപ്പാണ്, ചാണകം എങ്ങനെ തുറന്ന് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മുത്തിയമ്മ പാടിയില്ലേ? കള്ളവുമില്ല ചതിയുമില്ല വെള്ളോളമില്ല പൊളി വചനം, വെള്ളോലമില്ല ഒന്നും നല്ല വചനം. അതാണ് കുരുത്തം കെട്ട പോലെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലം. അതെ.